ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് വട്ടയപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പിന് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചരിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലോ കപ്പിലൊക്കെ അളവെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3/4 ഭാഗത്തോളം അരി ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മാവിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പി കാച്ചാനായിട്ടാണ്. അപ്പോൾ കപ്പി കാച്ചാതെയും നമുക്ക് വട്ടയപ്പം ചെയ്യാം. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ. നമുക്കത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരി അരച്ച അതേ മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച അരിയുടെ കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. നമ്മൾ അരി എടുത്ത അതേ കപ്പിന് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. അപ്പോൾ വട്ടയപ്പത്തിന് പൊതുവെ നല്ല മധുരം വേണം. അങ്ങനെ ആകുമ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കണം. പക്ഷേ കറിയുടെ ഒപ്പമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്കയുടെ കുരു ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ, വീഡിയോയിൽ നിന്ന് മിസ്സായതാണ്. നമ്മളിതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളാവില്ലേ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ രാത്രി അരച്ച് വെച്ച നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ കിണ്ണത്തിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. ഞാനിപ്പോൾ കേക്കിൻ്റെ മോൾഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വട്ടയപ്പം നമുക്ക് കുറച്ച് തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം റെഡിയാവും. അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വേവാതിന് ശേഷം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് നമുക്കിതുപോലെ കുത്തി നോക്കുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും ഇതുപോലെ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വട്ടയപ്പം നമ്മൾ സ്നാക്കായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കണം. എന്നാലാണ് കറക്റ്റായിട്ടുള്ള മധുരം ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറിയുടെ ഒപ്പം കഴിക്കാനായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം എന്താ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കത്തി വെച്ച് സൈഡ്സൊക്കെ ഇതേപോലെ വെടിവെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തിക്നെസ്സിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വട്ടയപ്പം നിങ്ങൾക്ക് ഇത്രയും തിക്നെസ്സിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്തതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് കറക്റ്റായിട്ടൊരു 4 വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 ഉണ്ടാക്കാം തിക്നെസ് കുറവാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ 4 വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്